നമസ്കാരം, എല്ലാവർക്കും ഗ്രാഫിക്സിൻ്റെ രണ്ടാമത്തെ ലെക്ചറിലേക്ക് സ്വാഗതം. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ലൈൻസിൻ്റെ പ്രൊജക്ഷനാണ്. സോ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധാരണ എക്സാമിന് വരാറുള്ള ക്വസ്റ്റ്യൻസ് രണ്ട് പ്ലെയിനും, അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനും വെർട്ടിക്കൽ പ്ലെയിനും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനുകളുടെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് ട്രൂ ലെങ്ത് സാധാരണ രീതിയിൽ ഒരു വ്യൂവിലും കാണാനായിട്ട് പറ്റത്തില്ല. ഫ്രണ്ട് വ്യൂവിലും അതുപോലെ ടോപ്പ് വ്യൂവിലും നമുക്ക് ട്രൂ ലെങ്ത് കാണാനായിട്ട് സാധാരണ പറ്റാറില്ല. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതിലൊന്നാമത്തതാണ് ലൈൻ റൊട്ടേഷൻ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ്. അപ്പം ഈ രണ്ട് മെത്തേഡിൽ ചില ക്വസ്റ്റ്യൻസിന് ആദ്യത്തെ മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ, ചില ക്വസ്റ്റ്യൻസിന് രണ്ടാമത്തെ മെത്തേഡായിരിക്കും സ്യൂട്ടബിൾ. പൊതുവേ ട്രൂ ലെങ്ത് ഒരു ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ലൈൻ്റെ നമുക്ക് വരയ്ക്കാനുള്ള ലൈൻ്റെ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈൻ റൊട്ടേഷൻ മെത്തേഡായിരിക്കും ഈസിയർ ആയിട്ടുള്ള മെത്തേഡായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ലൈൻ പി ക്യു ഇസ് 60 mm ലോങ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് പി ക്യു എന്ന് പറയുന്ന ലൈൻ്റെ ട്രൂ ലെങ്ത് 60 mm ആണെന്നുള്ളത്. സോ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പം ലൈൻ റൊട്ടേഷൻ മെത്തേഡായിരിക്കും. It has one of its end P on HP and 30 mm in front of VP. അപ്പോൾ P എന്നുള്ള പോയിൻറ്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ളത് തൊട്ട് മുന്നത്തെ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ദൂരം 0 ആണ്, അതായത് എൻഡ് P ഈസ് ഓൺ HP എന്നാണ് പറയുന്നത്, ആൻഡ് 30 mm in front of VP എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കാൻ പറ്റും P എന്നുള്ള പോയിൻറ്റിൻ്റെ. ഓക്കെ, സോ പിയും പി ഡാഷും നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. Draw the projections of the line if it is inclined at 30 degree to HP and 45 degrees to VP. അപ്പോൾ ഇത് വളരെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് രണ്ട് പ്ലെയിനുമായിട്ടുള്ള ട്രൂ ഇൻക്ലിനേഷൻ തന്നിട്ട് ട്രൂ ലെങ്ത്തും തന്നിട്ട് ആ ലൈൻസിൻ്റെ പ്രൊജക്ഷൻസ് വരയ്ക്കാനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞേക്കുന്നത് HP യുമായിട്ട് 30 ഡിഗ്രി ഉണ്ടാക്കുന്നതെന്നും 45 ഡിഗ്രി VP യുമായിട്ട് ഉണ്ടാക്കുന്നതെന്നുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് വഴിയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ തിയറി ഈ ഒരു ക്ലാസ്സിൻ്റെ സ്കോപ്പിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നായിരിക്കും ഇവിടെ കൂടുതൽ സ്ട്രെസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ഇവിടെ 3 തരത്തിലുള്ള ലൈനുകളെ നമ്മൾ കൺസിഡർ ചെയ്യും. ഒന്ന് യഥാർത്ഥ ലൈൻ വിച്ച് ഇസ് ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP. രണ്ടാമത് അതേ ലൈൻ HP-ക്ക് മാത്രം ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു ലൈൻ ആയിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ വരയ്ക്കും. അടുത്തത് ഇതേ ലൈൻ VP-ക്ക് മാത്രം ഇൻക്ലൈൻഡ് ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ രണ്ട് വ്യൂസിനെയും കൂടെ കമ്പൈൻ ചെയ്യും. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലലും ഹൊറിസോണ്ടൽ പ്ലെയിനിന് ഇൻക്ലൈൻഡുമായിട്ടുള്ള ഈ ലൈനിനെ പറ്റിയാണ്. ഓക്കെ, സോ നമ്മുടെ ലൈൻ നമ്മളിപ്പോൾ യഥാർത്ഥത്തിലുള്ള ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് 30 ഡിഗ്രിയും വെർട്ടിക്കൽ പ്ലെയിനിന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആണ്. പക്ഷേ നമ്മൾ വരയ്ക്കുമ്പം ആദ്യം നമ്മുടെ ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് 30 ഡിഗ്രി ഇൻക്ലൈൻഡും വെർട്ടിക്കൽ പ്ലെയിനിന് പാരലലും ആണെന്ന് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. സോ അത് നമുക്കൊന്ന് വരയ്ക്കാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് ഒരു എൻ പോയിൻറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് 3 വരെയും വരയ്ക്കുന്നത്. അപ്പോൾ P എന്നുള്ള എൻ പോയിൻറ്റ് നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. Q എന്നുള്ള ലൈനിനെ ആയിരിക്കും, അല്ലെങ്കിൽ Q എന്നുള്ള പോയിൻറ്റിനെ ആയിരിക്കും നമ്മൾ മൂവ് ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് Pക്ക് നമ്മൾ ഒറ്റ പേര് തന്നെ, അതായത് Pയും P ഡാഷും തന്നെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ പ്ലെയിനിന് മാത്രം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള Q എന്നുള്ള പോയിന്റ് വരുമ്പോൾ നമ്മൾ Q1 എന്നുള്ള ലെറ്റർ ഉപയോഗിക്കും. അതുപോലെ രണ്ടാമത്തെ കേസിൽ വെർട്ടിക്കൽ പ്ലെയിനിന് മാത്രം ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ Q2 എന്നുള്ള പോയിന്റും അല്ലെങ്കിൽ ആ ഒരു പേരും നമ്മൾ യൂസ് ചെയ്യും. എന്നിട്ട് ഇതിനെ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതാണ് ആക്ച്വൽ Q. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്ന പറഞ്ഞതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിന് മാത്രം ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം നമുക്ക് P എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ Pയെ പറ്റി പറഞ്ഞേക്കുന്നത് എൻഡ് പോയിൻറ്റ് P ഈസ് ഓൺ HP ആൻഡ് 30 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് വരയ്ക്കാനായിട്ടൊരു റെഫറൻസ് ലൈൻ നമുക്ക് വരയ്ക്കാം. ഇതിനെ നമ്മൾ എൻ പ്രൊജക്ടർ എന്നാണ് വിളിക്കുന്നത്, കാരണം ഒരു എൻ പോയിൻറ്റ് പാസ് ചെയ്യുന്ന ഈ ഒരു ലൈനിലായിരിക്കും അതിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിനകത്ത് ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് വ്യൂ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, വിച്ച് ഇസ് 0, കാരണം ഇത് HP-യിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് P ഡാഷ് അതിൽ തന്നെ മാർക്ക് ചെയ്യാം. സോ P ഡാഷ് എന്നുള്ള പോയിന്റ് ഞാൻ XY ലൈനിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ആൻഡ്
പി എന്നുള്ള പോയിന്റ് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് എത്ര ദൂരെയാണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 30 മില്ലിമീറ്റേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുമ്പോൾ XY ലൈനിൻ്റെ താഴെ വരും. നമ്മൾ തൊട്ട് മുന്നത്തെ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ബിഹൈൻഡ് വി പി ആയിരുന്നെങ്കിൽ XY ലൈനിന് മുകളിൽ വരും. ഓക്കെ, സോ ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി വന്നേക്കുന്നത് കൊണ്ട് 30 മില്ലിമീറ്റർ ആണ് അവിടെ നമുക്ക് എടുക്കേണ്ടത്. സോ 30 മില്ലിമീറ്റർ വരുന്ന പോയിന്റ് ഞാനിവിടെ നേരത്തെ വരച്ച എൻ പ്രൊജക്ടറിനകത്ത് മാർക്ക് ചെയ്യുക. സോ ദാറ്റ് ഇസ് പി. അപ്പോൾ നമുക്ക് പിയുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവുമായി. അടുത്ത നമ്മൾ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലൈൻഡും വെർട്ടിക്കൽ പ്ലെയിനിന് പാരലലുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ട്രൂ ലെങ്ത് കാണാനായിട്ട് പറ്റും. ഇനി അവിടെ വരുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് അതുണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ ആയിരിക്കും, വിച്ച് ഇസ് 30 ഡിഗ്രി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ഡാഷിൽ നിന്ന് ക്യൂ ഡാഷ് വരയ്ക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് ട്രൂ ഇൻക്ലിനേഷനും കാണും, ട്രൂ ലെങ്ത്തും കാണും. ട്രൂ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട് 60 മില്ലിമീറ്റർ ആണെന്നും ട്രൂ ഇൻക്ലിനേഷൻ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് 30 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. എന്നിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിന് നീളം എത്രയാണ് വരേണ്ടത്? 60 മില്ലിമീറ്റർ ആണ് വരേണ്ടത്. സോ 60 മില്ലിമീറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ആ ലൈൻ അവിടെ വരയ്ക്കും. ഓക്കെ, അപ്പോൾ അത് ട്രൂ ലെങ്ത് ഉണ്ട്. ഇത് വളരെ തിന്നായിട്ട് വരച്ചാൽ മതി. ഇത് നമ്മുടെ ഫൈനൽ ആൻസർ അല്ല, അതുകൊണ്ട് തന്നെ നമ്മളത് തിന്നായിട്ട് വരച്ചാൽ മതി. ഇവിടെ ഞാനിത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഡാർക്കായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ലൈൻസും ഡാർക്കായിരിക്കും. കഴിവതും അത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് മാത്രം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊരു ഇമാജിനറി പൊസിഷനാണ്. സോ നമ്മൾ അതുകൊണ്ട് അതിനെ ക്യൂ ഡാഷ് എന്ന് മാർക്ക് ചെയ്യുന്നതിന് പകരം Q1 ഡാഷ് എന്നായിരിക്കും നമ്മളവിടെ മാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ടോപ്പ് വ്യൂ കിട്ടും. അപ്പം ഹൊറിസോണ്ടൽ പ്ലെയിനിന് മാത്രം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈൻ ആയതുകൊണ്ട് തന്നെ ടോപ്പ് വ്യൂവിൽ നമുക്ക് XY ലൈനിന് പാരലായിട്ടുള്ള, അതായത് വി പിക്ക് പാരൽ ആയതുകൊണ്ട് ടോപ്പ് വ്യൂവിൽ XY ലൈനിന് പാരലായിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ആൻഡ് നമ്മൾ കഴിഞ്ഞ പോയിന്റിൻ്റെ പ്രൊജക്ഷനിൽ പറഞ്ഞിരുന്നു, ഒരു പോയിന്റിൻ്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എപ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിനകത്തായിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് Q1 കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഈ ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും Q1 വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് XY ലൈനിന് പാരലായിരിക്കും. സോ ഓൾറെഡി നമുക്ക് ആ ലൈനിനകത്തുള്ള P എന്നുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ XY ലൈനിന് പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചാൽ ഈ ലൈനിലായിരിക്കും നമ്മുടെ Q1 കിട്ടുന്നത്. സോ ഈ ലൈനും ഈ ലൈനൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമുക്ക് ആവശ്യമുള്ള യഥാർത്ഥ Q1, വിച്ച് ഇസ് ദ ടോപ്പ് വ്യൂ ഓഫ് Q1. ഓക്കെ, സോ നമുക്ക് ആ ലൈനിൻ്റെ എന്ത് കിട്ടി? ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും കിട്ടി. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലൈൻഡും വെർട്ടിക്കൽ പ്ലെയിനിന് പാരലുമായിട്ടുള്ള ആ കേസ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് യൂസ്ഫുള്ളായിട്ട് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന്, എപ്പോഴും Q1 ഡാഷ് ഉള്ള അതേ ലെവലിൽ തന്നെ ആയിരിക്കും നമ്മുടെ യഥാർത്ഥ Q ഡാഷും വരുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അവിടെ ഹൊറിസോണ്ടലായിട്ടൊരു ലോക്കസ് ലൈൻ വരയ്ക്കാം. ആ ലോക്കസ് ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും നമുക്ക് എപ്പോഴും Q ഡാഷ് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മുടെ XY ലൈന് പാരലായിട്ട് നമ്മൾ Q1 ഡാഷിലൂടെ ഒരു ലോക്കസ് ലൈൻ വരച്ചു. ഓക്കെ, സിമിലർലി നമുക്ക് ഇതിൽ നിന്ന് വേറൊരു കാര്യം ഇൻഫർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ഈ PQ1 അതേ ലെങ്ത് തന്നെയായിരിക്കും നമ്മുടെ യഥാർത്ഥ PQ-നും വരാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് അറിയാൻ പറ്റുന്നത്. ഒന്ന്, ഈ Q1 ഡാഷ് ഉള്ള അതേ ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്ന Q ഡാഷ് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ PQ1 എത്ര നീളമുണ്ടോ അതായിരിക്കും ഫൈനലി നമുക്ക് കിട്ടാൻ പോകുന്ന PQ-ൻ്റെ നീളം. സോ ആ നീളം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആർക്ക് വരയ്ക്കും. സോ ഈ ആർക്കിൽ എവിടെയെങ്കിലും ആയിരിക്കും യഥാർത്ഥ PQ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മളവിടെ PQ1 സെയിം ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളവിടെ ഒരു ആർക്ക് വരച്ചിട്ടു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ മാർക്ക് ചെയ്തിടുക. രണ്ടാമതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് വെർട്ടിക്കൽ പ്ലെയിനിന് മാത്രം ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലായിട്ടുള്ള ഈ ഒരു ലൈനെയാണ്. ഓക്കെ, സോ അവിടെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? അതായത് ഓൾറെഡി P ഡാഷും Pയും നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൗ അവർ ലൈൻ ഇസ് 45 ഡിഗ്രി ഇൻക്ലൈൻ ടു VP ആൻഡ് ഇസ് പാരലൽ ടു HP. അപ്പോൾ ഇതുമല്ല നമ്മുടെ യഥാർത്ഥ ലൈൻ, ഇതും നമ്മളൊരു ഇമാജിനറി ലൈനാണ് വരയ്ക്കുന്നത്.
അപ്പം അവിടെ നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രണ്ട് വ്യൂ 30 ഡിഗ്രി എടുത്ത് വരച്ചെങ്കിൽ ഇവിടെ ടോപ്പ് വ്യൂ ആയിരിക്കും നമ്മൾ 45 ഡിഗ്രി എടുത്ത് വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് PQ1 എന്നുള്ള ഒരു ലൈൻ അവിടെ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. സോ ആ ലൈനിൽ നിന്ന് XY ലൈനിന് 45 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ XY ലൈനിന് PQ1 പാരലൽ ആയതുകൊണ്ട് അത് നമുക്ക് റെഫറൻസ് ലൈനായിട്ട് എടുത്തുകൊണ്ട് അവിടെ നിന്ന് 45 ഡിഗ്രി എടുക്കാം. ഓക്കെ, സോ 45 ഡിഗ്രി എടുത്ത് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. അവിടെയും ട്രൂ ലെങ്ത് ആയിരിക്കണം വരുന്നത്. ഓക്കെ, സോ ഇവിടെ 45 ഡിഗ്രി ട്രൂ ഇൻക്ലിനേഷനും 60 മില്ലിമീറ്റർ ട്രൂ ലെങ്ത്തും വരുന്ന രീതിയിലാണ് നമുക്ക് ആ ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, സോ നമ്മളിവിടെ പിയിൽ വെച്ചിട്ട് 60 മില്ലിമീറ്റർ വരുന്ന രീതിയിൽ നമ്മൾ ആ ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഒരു കൺസ്ട്രക്ഷൻ ലൈനായിട്ട് മാത്രം വരച്ചാൽ മതി. ഇത് രണ്ടാമത്തെ ഇമാജിനറി പൊസിഷൻ ആയതുകൊണ്ട് ഞാൻ ഈ ടോപ്പ് വ്യൂവിന് പേര് കൊടുക്കാൻ പോകുന്നത് Q2 എന്നാണ്. ഓക്കെ, സോ ആദ്യത്തെ ഇമാജിനറി പൊസിഷൻ ഞാൻ ടോപ്പ് വ്യൂവിന് Q1 എന്നാണ് പേര് കൊടുത്തത്, ഇവിടെ Q2 എന്നാണ് പേര് കൊടുത്തത്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂവിന് എന്തായിരിക്കും പേര് വരിക? Q2 ഡാഷ് എന്നായിരിക്കും. ഓക്കെ, സോ Q2 ഡാഷ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ലോജിക്കിൽ തന്നെ ആയിരിക്കും വരുന്നത്. അതായത് Q2ഉം Q2 ഡാഷും ഒരേ വെർട്ടിക്കൽ ലൈനിൽ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ Q2 ഡാഷ് വരയ്ക്കാനായിട്ട് നമ്മൾ Q2വിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ മുകളിലേക്ക് വരയ്ക്കുക. ഇനി നമുക്കറിയാം P ഡാഷ് Q2 ഡാഷ് എന്നുള്ള ലൈൻ, അതായത് ഈ ടോപ്പ് വ്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട് വ്യൂ XY ലൈനിന് പാരലൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് P ഡാഷിലൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ P ഡാഷ് ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട്. P ഡാഷിൽ കൂടെ XY ലൈൻ, ഇത് P ഡാഷ് XY ലൈനിൽ തന്നെ ആയിരുന്നത് കൊണ്ട് നമ്മുടെ XY ലൈൻ തന്നെ ആയിരിക്കും ആ പാരലൽ ലൈൻ. അപ്പോൾ ഈ Q2 നിന്ന് നമ്മൾ വരച്ച ലൈൻ P ഡാഷിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈനിനെ മീറ്റ് ചെയ്ത പോയിന്റ് ആയിരിക്കും Q2 ഡാഷ്. ഇനി ഇത് XY ലൈനിലല്ല, കുറച്ച് മുകളിലേക്കായിരുന്നെന്നുണ്ടെങ്കിൽ ആ P ഡാഷിൽ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ അവിടെ വരയ്ക്കണമായിരുന്നു. അപ്പോൾ അത് ഈ Q2 എന്നുള്ള വെർട്ടിക്കൽ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും Q2 ഡാഷ്. ഇവിടെ P ഡാഷ് ഓൾറെഡി XY ലൈനിൽ തന്നെ ആയതുകൊണ്ട് XY ലൈനിൽ തന്നെ Q2 ഡാഷും കിട്ടിയെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ രണ്ട് ലോജിക്ക് ആപ്ലിക്കബിൾ ആയിരിക്കും. അതായത് Q2 കിടക്കുന്ന ആ അതേ ഹൊറിസോണ്ടൽ ലോക്കസ് ലെവലിലായിരിക്കും Q വരുന്നത്. സിമിലർലി P ഡാഷ് Q2 ഡാഷിന് എന്ത് നീളമുണ്ടോ അതേ നീളമായിരിക്കും യഥാർത്ഥ P ഡാഷ് Q ഡാഷിനും വരാനായിട്ട് പോകുന്നത്. സോ നമ്മൾ നേരത്തെ വരച്ച ലോക്കസ് ലൈനും ആർക്കും ഇവിടെയും വരയ്ക്കാൻ പറ്റും. ഇവിടെ Q2വിലൂടെ വേണം നമ്മൾ ലോക്കസ് ലൈൻ വരയ്ക്കാനായിട്ട്. അപ്പം നമ്മുടെ XY ലൈനിന് പാരലായിട്ട് XY ലൈനിന് പാരലായിട്ട് നമ്മളൊരു ലോക്കസ് ലൈൻ വരയ്ക്കും. ഈ ലോക്കസ് ലൈനിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ റിയൽ Q കിടക്കാനായിട്ട് പോകുന്നത്. സിമിലർലി P ഡാഷ് Q2 ഡാഷ് എന്നുള്ള നീളം നമ്മൾ കോമ്പസിലെടുത്തിട്ട് ഒരു ആർക്ക് മുകളിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആർക്കിൽ എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ യഥാർത്ഥ Q ഡാഷ് കിടക്കാനായിട്ട് പോകുന്നത്. സോ ഈ ആർക്കിലായിരിക്കും Q ഡാഷ് വരിക, അതുപോലെ ഈ ലോക്കസ് ലൈനിലായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ Q വരയ്ക്കാനായിട്ട് രണ്ട് സംഗതികളുണ്ട്. അതായത് Q എന്ന് പറയുമ്പോഴത്തേക്ക് PQവിൻ്റെ Q എന്നുള്ള എൻ പോയിന്റിൻ്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു Q1ലൂടെ പാസ് ചെയ്യുന്ന ആർക്കിൽ എവിടെയോ ആണ് കിടക്കുന്നത്, അതുപോലെ Q2വിലൂടെ പാസ് ചെയ്യുന്ന ലോക്കസ് ലൈനിൽ എവിടെയോ ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ ലോക്കസ് ലൈനും ഈ ആർക്കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ഈ പോയിന്റ്. സോ അതായിരിക്കും നമ്മുടെ ആക്ച്വൽ നമുക്ക് ആവശ്യമുള്ള ടോപ്പ് വ്യൂ വിച്ച് ഇസ് Q. അപ്പോൾ അവിടെ Q എന്ന് മാർക്ക് ചെയ്യുക. സിമിലർലി Q2 ഡാഷിലൂടെ പാസ് ചെയ്യുന്ന ആർക്കിലും Q1 ഡാഷിലൂടെ പാസ് ചെയ്യുന്ന ലോക്കസ് ലൈനിലും ആയിരിക്കും Q വരുന്നത്. അപ്പോൾ അത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കുക. അപ്പോൾ അത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഈ ആർക്കും ഈ ലോക്കസ് ലൈനൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും മീറ്റ് ചെയ്യുന്നത്. സോ അതിനെ Q ഡാഷ് എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്കറിയാൻ വേണ്ടി ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഈ Qവും Q ഡാഷും എപ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിൽ തന്നെ വരണം. അപ്പോൾ നമ്മൾ XY ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക Q ഡാഷും Qവും ഒരേ ലൈനിൽ തന്നെയാണോ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ XY ലൈനിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മുടെ സ്കെയിൽ ഇരിക്കുന്നത്. ഇപ്പോൾ Qയിലൂടെയും Q ഡാഷിലൂടെയും നമ്മുടെ ആ രണ്ട് പോയിന്റ്സും ഒരേ വെർട്ടിക്കൽ ലൈനിൽ അലൈൻ ചെയ്തേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വരച്ച കറക്റ്റ് ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും വരയ്ക്കും. ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് P ഡാഷ് Q ഡാഷ് എന്നുള്ളതാണ്. ഓൾറെഡി നമുക്ക് P ഡാഷ് കിട്ടിയിട്ടുണ്ട്, ഇപ്പം Q ഡാഷ് കിട്ടി. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഫൈനൽ ആൻസർ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഡാർക്കായിട്ട് ജോയിൻ ചെയ്യാം.
സോ അതായിരിക്കും നമ്മുടെ ഫ്രണ്ട് വ്യൂ. സിമിലർലി പിനെയും ക്യൂവിനെയും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ലൈൻ വരയ്ക്കാം. സോ അതായിരിക്കും അതിൻ്റെ ടോപ്പ് വ്യൂ. സോ ദിസ് ഇസ് ദ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ഓഫ് ദിസ് പെർട്ടിക്കുലർ ലൈൻ പി ക്യൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രൊജക്ഷൻസിനകത്ത് വരുന്നത്. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ അതുകൊണ്ട് കംപ്ലീറ്റ് ആവുന്നില്ല. ക്വസ്റ്റ്യനകത്ത് വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചോദിച്ചിട്ടുണ്ട്. ഡ്രോ ദ പ്രൊജക്ഷൻ ആണ് ഫസ്റ്റ് പാർട്ട്. അതുകൂടാതെ ലൊക്കേറ്റ് ദ ട്രേസസ് ഓഫ് ദ ലൈൻ ആൻഡ് ഡിറ്റർമിൻ ഇറ്റ്സ് അപ്പാരന്റ് ലെങ്ത്സ് ആൻഡ് അപ്പാരന്റ് ഇൻക്ലിനേഷൻസും കൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രേസ് വരയ്ക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ട്രേസ് വരയ്ക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മളിപ്പോൾ ഈ വരയ്ക്കാൻ ഉപയോഗിച്ച കൺസ്ട്രക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ട്രേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ലൈൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. ഓക്കെ, സോ അതെങ്ങനെ ഇതിനകത്ത് ഈ ലൈൻ റൊട്ടേഷൻ മെത്തേഡ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ട് വ്യൂ എക്സ് വൈ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എച്ച് ഡാഷ് എന്ന് പേരിടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ കേസിൽ പി ഡാഷ് ഓൾറെഡി എക്സ് വൈ ലൈനിലായതുകൊണ്ട് പി ഡാഷ് തന്നെയായിരിക്കും എച്ച് ഡാഷ് ആയിട്ടും വരുന്നത്. ഓക്കെ, സോ ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ആക്ച്വലി എച്ച് ഡാഷ്. ഹൊറിസോണ്ടൽ ട്രേസ് എപ്പോഴും നമുക്ക് നമ്മുടെ ടോപ്പ് വ്യൂവിലായിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ എച്ച് ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എച്ച് ഡാഷിൽ നിന്ന് നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ അത് ടോപ്പ് വ്യൂവിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഹൊറിസോണ്ടൽ ട്രേസ്. എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ പി തന്നെയായിരിക്കും ഹൊറിസോണ്ടൽ ട്രേസ്. ഓക്കെ, സോ പി തന്നെ ഹൊറിസോണ്ടൽ ട്രേസ് ആയിട്ട് വരും. ഇനി സിമിലർലി നമുക്ക് വെർട്ടിക്കൽ ട്രേസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നമ്മുടെ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ടോപ്പ് വ്യൂ ഇപ്പം എക്സ് വൈ ലൈനിനെ മീറ്റ് ചെയ്യുന്നില്ല. സോ നമ്മളതിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കൺസ്ട്രക്ഷൻ ലൈൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആക്ച്വൽ ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. സോ അത് നമ്മുടെ എക്സ് വൈ ലൈനിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും വി. ഓക്കെ, സോ ഈ വി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ട്രേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂവിലെ പോയിന്റ് ആയിരിക്കും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂവിൽ വരുന്ന പോയിന്റാണ് വെർട്ടിക്കൽ ട്രേസ്. ഓക്കെ, അപ്പം ഈ വിയും വെർട്ടിക്കൽ ട്രേസും എപ്പോഴും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും കിടക്കുന്നത്. നമ്മൾ നേരത്തെ ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പം എച്ച് ഡാഷും എച്ച് ടിയും ഒരേ വെർട്ടിക്കൽ ലൈനിൽ കിടക്കുന്നത് പോലെ വിയും വെർട്ടിക്കൽ ട്രേസും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട് വ്യൂ ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രമേ നമുക്കത് ആ ലൈനിൽ മീറ്റ് ചെയ്യുള്ളൂ. സോ ഈ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് ആയിരിക്കും അവിടെ നമുക്ക് എന്തായിട്ട് കിട്ടുക, വെർട്ടിക്കൽ ട്രേസ് ആയിട്ട് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കൽ ട്രേസും ഹൊറിസോണ്ടൽ ട്രേസും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ റബ് ഓഫ് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മൾ ഈ ട്രേസ് കണ്ടുപിടിക്കുന്ന ആ ഒരു ഭാഗവും കൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് വേറെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അത് ഈ വരച്ചതിൽ നിന്ന് ജസ്റ്റ് എടുത്തെഴുതാൻ വേണ്ടി മാത്രം ഉള്ള കാര്യങ്ങളാണ്. ഡിറ്റർമിൻ ഇറ്റ്സ് അപ്പാരന്റ് ലെങ്ത്സ് ആൻഡ് അപ്പാരന്റ് ഇൻക്ലിനേഷൻ. അപ്പാരന്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വ്യൂവിൻ്റെയും ടോപ്പ് വ്യൂവിൻ്റെയും നമ്മൾ കാണുന്ന നീളം തന്നെയാണ്. ഓക്കെ, സോ അപ്പാരന്റ് ലെങ്ത് ഓഫ് ദ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് പി ഡാഷ് ക്യൂ ഡാഷ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ സൈഡിലായിട്ട് എടുത്തെഴുതുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ പി ഡാഷ് ക്യൂ ഡാഷ് ഇസ് ഈക്വൽ ടു, അപ്പോൾ അത് മെഷർ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിവിടെ മെഷർ ചെയ്യുമ്പോഴത്തേക്ക് പി ഡാഷ് ക്യൂ ഡാഷിൻ്റെ നീളം 40 മില്ലിമീറ്റേഴ്സ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ 40 മില്ലിമീറ്റേഴ്സ് എന്ന് കാണിക്കുക പി ഡാഷ് ക്യൂ ഡാഷ്. അപ്പോൾ അതാണ് ഫ്രണ്ട് വ്യൂവിൻ്റെ അപ്പാരന്റ് ലെങ്ത്. അപ്പം അത് നമ്മൾ എടുത്തെഴുതി. ഇനി ടോപ്പ് വ്യൂവിൻ്റെ അപ്പാരന്റ് ലെങ്ത് എഴുതണം. അപ്പോൾ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് പി ക്യൂ ആണ്. അപ്പോൾ പി ക്യൂവിന് എത്ര നീളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 52 മില്ലിമീറ്റേഴ്സ് ആയിട്ടാണ്. ഓക്കെ, സോ പി ക്യൂ ഇസ് ഈക്വൽ ടു 52 മില്ലിമീറ്റർ എന്ന് എടുത്തെഴുതുക. ഇനി അപ്പാരന്റ് ഇൻക്ലിനേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും എക്സ് വൈ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾസിനെയാണ് നമ്മൾ അപ്പാരന്റ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ നമ്മുടെ എക്സ് വൈ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷനെ നമ്മൾ ആൽഫ എന്ന് കോൾ ചെയ്യും. സോ അതാണ് അപ്പാരന്റ് ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആൻഡ് നമ്മുടെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളിനെ, ഇവിടെ എക്സ് വൈ ലൈനിന് പാരലായിട്ടാണ് നമ്മുടെ പി ക്യൂ വൺ വരച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ടുള്ള ആംഗിൾ എടുത്താൽ മതിയാകും. സോ അതാണ് ബീറ്റ. ഓക്കെ, സോ ടോപ്പ് വ്യൂ ഉണ്ടാക്കുന്ന ആംഗിൾ വിത്ത് എക്സ് വൈ ലൈനിനെയാണ് നമ്മൾ ബീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആൽഫയും ബീറ്റയും കൂടെ എടുത്ത് നമ്മൾ എഴുതണം. ആൽഫ എത്രയാണ്, ബീറ്റ എത്രയാണ്, അത് നമുക്ക് നമ്മുടെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് കിട്ടിയേക്കുന്ന ആൽഫയുടെ വാല്യൂ
50 ഡിഗ്രീസ് ആണ്. സോ 50 ഡിഗ്രി ആയിരിക്കും ഇവിടെ ആൽഫയുടെ വാല്യൂ. ആൻഡ് ബീറ്റയുടെ വാല്യൂ നമ്മൾ ഇതേപോലെ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് നോക്കേണ്ടത്. സോ ടോപ്പ് വ്യൂ എക്സ് വൈ ലൈനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ 57 ഡിഗ്രീസ് ആണ്. സോ 57 ഡിഗ്രീസ് ആയിരിക്കും ബീറ്റയുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഈ ആൻസറായിട്ട് ചോദിച്ചേക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ നമ്മളൊരു ബോക്സിനകത്താക്കി എഴുതുക. നമ്മൾ വരയ്ക്കാൻ ഉപയോഗിച്ച സ്കെയിലും അതുപോലെ ഡയമെൻഷൻസും കാണിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് പ്രാക്ടീസാണ്. സോ അത് രണ്ടും കൂടെ നമ്മൾ നോട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതൊരു ബോക്സിനകത്ത് എഴുതുക. അതുകൂടാതെ നമ്മുടെ സ്കെയിൽ എന്ന് പറയുന്നത് 1:1 ആണ്. നമ്മൾ ഇത് വ്യത്യാസമൊന്നും എടുത്തില്ല, കിട്ടിയേക്കുന്ന വാല്യൂസ് അതേപടി എടുത്ത് എഴുതിയതാണ്. സോ സ്കെയിൽ 1:1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ മില്ലിമീറ്റേഴ്സ് എന്നൂടെ കാണിക്കുക. സോ ഈ ക്വസ്റ്റ്യൻ അവിടെ കംപ്ലീറ്റ് ആവും.